അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും അടി കൂടുന്നത് കണ്ടിട്ട് നമ്മുടെ നിധി ഒരു പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് എറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഓണം ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തായാലും സുഭാഷ് എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് പിറ്റേ ദിവസം നമ്മുടെ നിധി ഭാസ്കരൻ വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ ഉടുത്തിട്ട് എല്ലാവരും കൂടി ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഭാസ്കരൻ്റെ വക പാട്ടൊക്കെ ഉണ്ട്. എല്ലാവരും ആ പാട്ടിന് താളമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ചിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നീതു വരുന്നുണ്ട്. നീതുവിന് ഓണപ്പട കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹരീഷ്. എന്തായാലും പിന്നെ വരുന്നത് നമ്മുടെ ചാന്ദിനിയാണ്. ചാന്ദിനി നല്ല ഭംഗിയായിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളെ കാണാഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ നമ്മുടെ ചാന്ദിനിക്ക് വാങ്ങി വെക്കുന്നുണ്ട്, കുപ്പിവള. എന്തായാലും ചാന്ദിനിക്ക് അത് വലിയ ഇഷ്ടമാവുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടനോട് തന്നെ ഇട്ട് തരാൻ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ഓണമൊക്കെ അങ്ങനെ അടിച്ച് പൊളിച്ച് കഴിയുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ ഗായത്രി ഇങ്ങനെ വിഷമിച്ചിട്ട് റൂമൊക്കെ അടച്ചിരിക്കുന്നുണ്ട്. അവൾ ആരോടും സംസാരിക്കാൻ കൂട്ടാക്കാതെ അടച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗായത്രിയുടെ കൂട്ടുകാർ വന്നിട്ട് രണ്ടാൾ വന്നിട്ട് സുധീഷേ എന്ന് പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. എന്താണെന്ന് സുധീഷ് ചെല്ലണ സമയത്ത് പറയുന്നുണ്ട്, ഗായത്രി അവിടെ റൂം അടച്ചിരിക്കുകയാണ്, നിങ്ങളെ കാണാഞ്ഞിട്ട് നിങ്ങൾ വന്ന് കോംപ്രമൈസ് ആയിട്ട് വർത്തമാനം പറഞ്ഞാൽ മാത്രമേ അവൾ വാതിൽ തുറക്കുള്ളൂ എന്ന് പറയുന്നത്, ഒന്ന് വരാൻ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് വന്ന് പറയുന്നുണ്ട്, എടാ നിങ്ങളുടെ ഫ്രണ്ട് അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുമായിരിക്കും, നിങ്ങൾ ഒന്നും കൂടി തട്ടി നോക്കൂ, അവൾ തുറന്നു വരും. അല്ലാതെ 2 ആഴ്ച ഇവനായിട്ടുള്ള പ്രേമം കാരണം അവളൊന്നും പോയി ഒരു ആത്മഹത്യയും ചെയ്യില്ല, നിങ്ങളൊന്ന് പോയി നിങ്ങളെ പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞുകൊണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷ് പറയുന്നത് സുധീഷിനോട് ഈ കളിക്ക് നിൽക്കണ്ട, എന്തായാലും ഗായത്രിയോട് പോയി പറഞ്ഞിട്ട് എല്ലാതും പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നമ്മുടെ സുധീഷിനോട്. എന്തായാലും നമ്മുടെ ഹരീഷ് ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ ആ പെൺകുട്ടിയെ കളിപ്പിക്കേണ്ടത്, ഇപ്പം നീ അനുഭവിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് സുഭാഷ് ഏട്ടനോട് പറയുന്നത്, നിങ്ങൾ കാരണം സുഭാഷ് ഏട്ടൻ പിക്കണ്ട പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ എന്താവശ്യം ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഗായത്രിയോട് പറയേണ്ടത്, നിങ്ങൾക്ക് മിണ്ടാതിരുന്നാൽ പോരായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, പിന്നെ എന്താണ് നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെ ഞാൻ എന്തായിരുന്നു അവളോട് പറയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിന് ദേഷ്യം വന്നിട്ട് നിധിയോട് നേർക്ക് ചോദിക്കുന്നുണ്ട്, നിധി നമ്മുടെ കല്യാണം ഫേക്ക് അല്ലേ, ഒറിജിനൽ അല്ലല്ലോ, അപ്പോൾ ഈ സുഭാഷ് ഏട്ടനെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ആകെ 1 മിനിറ്റ് ഞെട്ടുണ്ട്. എന്നിട്ട് നിധി പറയുന്നുണ്ട്, ശരിയല്ലേ സുഭാഷ് ഏട്ടൻ, നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കല്യാണം ഫേക്ക് മാരേജ് അല്ലേ, എന്നാൽ ഞാൻ തന്നെ പോയിട്ട് ഗായത്രിയോട് പറഞ്ഞ് മനസ്സിലാക്കാം, ഞങ്ങളുടെ കല്യാണം ഫേക്ക് കല്യാണമായിരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് സുധീഷിനെ കല്യാണം കഴിക്കാൻ ഞാൻ പോയി പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി നികേഷിനെയും കൂട്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ഗായത്രിയെ കാണാൻ. എന്തായാലും ഗായത്രി റൂം അടച്ചിരിക്കുകയല്ലേ, അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ നിധി ഇറങ്ങി പുറപ്പെടുന്നത്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.